പ്രാസംഗികനാണ്. Now, what does John MacArthur mean by that? John MacArthur means his dad is a preacher. ജോൺ മക്കാർത്തർ ഉദ്ദേശിച്ചത് തന്റെ പിതാവ് ഒരു പ്രാസംഗികനായിരുന്നു. His grandfather was a preacher. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഒരു പ്രാസംഗികനായിരുന്നു. His great grandfather was a preacher. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു പ്രാസംഗികനായിരുന്നു. And he said even his generation ahead also were preachers. മുൻപുള്ള തലമുറയും ആ നിലയിൽ പ്രാസംഗികരായിരുന്നു. So what is it to me? അതുകൊണ്ട് എനിക്കെന്താണ്? What is it to me? അതുകൊണ്ട് എന്താണ് എനിക്ക്? If I do not get closer with God, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അടുത്തില്ല എങ്കിൽ, if I do not understand who is Jesus to me, ആ കർത്താവ് ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എങ്കിൽ, I am a big zero in front of God. ഞാൻ ദൈവത്തിന് മുൻപാകെ ഒരു വലിയ സീറോയാണ്. If my parents were preachers, my grandfathers were preachers, I come from a line of preaching, that does not make me equal for what God has stored for me for being his son. എൻ്റെ പിതാവും എൻ്റെ പൂർവികരൊക്കെയും അവർ പ്രസംഗിക്കുന്നവരായിരുന്നുവെങ്കിലും ഞാൻ ദൈവത്തെ അറിയാതിരുന്നാൽ എനിക്ക് യാതൊരു പ്രയോജനമില്ല. So that is where let me bring your attention to what we are learning from the book of Zephaniah. അതാണ് നമ്മൾ സെഫനിയാവിന്റെ പുസ്തകത്തിൽ നിന്ന് ആ പശ്ചാത്തലത്തിൽ പഠിക്കുവാൻ സാധിക്കുന്നത്. Coming closer to God means how you are in your relationship with him. ദൈവത്തോട് അടുക്കുക എന്നുള്ളത് നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണുള്ളതെന്നാണ് ചിന്തിക്കേണ്ടത്. If your relationship is poor with God, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം അത് നല്ലതല്ല എങ്കിൽ, then what a pity it is coming to a complete zero for judgment for God to act against you. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ന്യായവിധി എത്രത്തോളം ഭയങ്കരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. Dear believers, Zephaniah begins with our reminder to the children of Judah. സെഫനിയാവ് തന്റെ പ്രവചനം യഹൂദയിലുള്ള അവിടെയുള്ള ജനതയോടുള്ള ബന്ധത്തിലാണ് താൻ പറയുന്നത്. And in that judgment, here we understood what is Zephaniah meaning over there when God is coming. God is teaching them. He has hidden Zephaniah in the time of judgment. സെഫനിയാവിനുള്ള ബന്ധത്തിൽ സെഫനിയാവിനെ ദൈവം മറയ്ക്കുന്നതായിട്ട്, ദൈവത്തിന്റെ ന്യായവിധി സമയത്ത് മറച്ചു വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. And why is that he is being hidden? Because at the right time God is going to use him to declare God's mercy over there. ദൈവം അവനെ എന്തുകൊണ്ട് അവിടെ മറച്ചു വെക്കുന്നു എന്ന് നോക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം തന്റെ കൃപ അല്ലെങ്കിൽ കരുണ അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Dear believers, this is where God's judgment is actually coming with the fruitfulness by his mercy of this prophet over there. By the mercy of God, this prophet is coming with the sound of assurance over there. ദൈവത്തിന്റെ ആ വലിയ കരുണ അവിടെ കാണിച്ചുകൊണ്ട് സെഫനിയാവ് തന്റെ പ്രവചനം അവിടെ തുടങ്ങിയാണ്. And then we understand how is Zephaniah reminding to different classes of people what judgment is coming in chapter 1. ആ ഒന്നാം അധ്യായത്തിൽ പല തരത്തിലുള്ള ആൾക്കാരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി എപ്രകാരം കടന്നു വരുന്നു എന്നുള്ളതും അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. We understand he is not leaving against those in leadership, then to the priest, and then everywhere it is attacking over there. അവിടെയുള്ള ജനത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അവിടെയുള്ള പ്രവാചകന്മാർ, അവിടെയുള്ള എല്ലാ തലത്തിലുള്ള ആൾക്കാരുടെ മധ്യത്തിലും ദൈവത്തിന്റെ ന്യായവിധിയുണ്ട് എന്ന് താൻ പറയുന്നു. Dear believers, this is where we understand how Zephaniah's message is coming as a reminder. Where is Judah heading in a wrong direction, and God is going to catch them over there. ദൈവത്തിന്റെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ യഹൂദ ഗോത്രം അതവരെ അല്ലെങ്കിൽ ആ ജനത എങ്ങോട്ട് പോകുന്നു, ഏത് ദിക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Now before I move forward in this study, I would like to raise an application here so that we can correlate what we learn from these chapters over here. നമ്മൾ ഇവിടെ ഈ പഠിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് അതിനെ പ്രാവർത്തികമായ നിലയിൽ എങ്ങനെ പഠിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. Now when those living in Judah, when they turned the worship of God into a mockery, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദൈവത്തെ നിന്ദിക്കുന്നതായ ഒരവസ്ഥ അവർ യഹൂദ ജനത്തിന്റെ ഉള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. And that we read in Zephaniah 1 verse 9, how we read over there, I will punish on that day those who leap on the temple threshold, who fill the house of their Lord with violence and deceit. അവിടെ ഒന്നാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്നാളിൽ ഞാൻ ഉമ്മരപ്പടിക്കിടെ I will punish. Yeah, please read it for me, please.
So please remember, they started to corrupt the place of worship where the Lord was living or where they came to praise God over there. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ആരാധനാലയത്തെ അവര് ഇല്ലാതാക്കി അല്ലെങ്കിൽ അവിടെ അവരുടെ മ്ലേച്ഛത കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. So as modern day believers, let us remember when we are being given such a privilege, how specific we have to carry this place of worship with that seriousness over here. ഈ നാളുകളിലും നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആരാധനാ സ്ഥലത്തെ നമ്മൾ എത്രത്തോളം വളരെ വിശുദ്ധമായിട്ട് കരുതേണ്ടതാണ്. It is not about physically contaminate. That is more particular. We should not contaminate or spoil the place of worship. നമ്മുടെ ബാഹ്യമായിട്ട് നമ്മുടെ ആരാധനാ സ്ഥലം എത്രത്തോളം ശുദ്ധമായിട്ട് വെക്കണം എന്നുള്ളത് മാത്രമല്ല, it is about where worshippers should maintain a holiness in front of God. ആരാധിക്കുന്ന വ്യക്തി ആ വ്യക്തി എങ്ങനെ തന്നെത്താനെ വിശുദ്ധനായിട്ടിരിക്കണം എന്നുള്ളതാണ് പ്രധാന കാര്യം. And when we recognize from chapter 2, that's the recap I'm doing, when we recognize in chapter 2 God's children or those who are enemies towards God's children, they are being punished. We read and studied over there in the last class. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ വിരോധികളായിട്ടുള്ളവരെ ദൈവം എങ്ങനെ ന്യായം വിധിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. Zephaniah splits that entire judgment into two parts here by reminding the enemies are going to be punished and also God's people will be judged because of their disobedience. സെഫനിയാവ് തന്റെ പ്രവചനത്തിൽ ദൈവത്തിന്റെ ന്യായവിധി രണ്ടായിട്ട് തിരിച്ച് ദൈവജനത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ശത്രുക്കളോടുള്ള ബന്ധത്തിലും അത് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. Dear believers, when we come to chapter 2 verse 4 to 15, there we understand the depth of what is God's judgment coming to those who do not know God. അതിന്റെ 4-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ അവിടെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് തന്റെ ശത്രുക്കളുടെ മേൽ വരുന്നത് എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. And this is where the depth of the pending judgment we see. Number one, it starts by the people, the enemies of God who are swollen with their pride, they will lose their land over there. അവിടെ ഒന്നാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് verse 6. അതിന്റെ 6-ാമത്തെ വാക്യം അവര് വളരെ സമുദ്രതീരം ഇടയന്മാർക്ക് the land of the Gentiles will become, verse 6. Zephaniah 2 verse 6. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലാകുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് continue. തൊഴിൽ. Please read it for me, please. The Zikos will be pastures with caves for shepherds and folds for the flock. And there we recognize how the enemies were taking pride. Oh, this is my property. These are your children of God. God cannot provide you anything. They were making fun, and that is where God is going to punish the Gentiles over there. അവിടെ ആ ജാതികളെ ദൈവം ന്യായം വിധിക്കുന്നത് നമ്മൾ കാണുന്നത് അവര് തന്നെത്താനെ ഗർവം ചെയ്യുന്നതുകൊണ്ട് ദൈവം അവരെ ആ നിലയിൽ അവരെ ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. When we come to verse 7, it is where the restoration we see, how God is now going to help the children of God. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരെ എങ്ങനെ പുനഃസ്ഥാപിക്കുന്നു, ദൈവമക്കളെ എങ്ങനെ പുനഃസ്ഥാപിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. Please read the words of restoration. How the Lord God will be caring for them and restore the fortune once the children of God lost over there. 2-ാം വാക്യം. Dear believers, this is where we should remember when we lose everything by the enemies of God who loot and make us victims, this is where God's judgment is coming upon them. How God is going to restore what we lost. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന്റെ ശത്രുക്കൾ നമ്മളെ കൊള്ളയടിക്കുമ്പോൾ ദൈവം അതെങ്ങനെ നമുക്കെല്ലാം വീണ്ടും നൽകി തരും എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Moreover, this is where the enemies of God are looking towards God and mocking at the people of God by evaluating the people of Judah over there. അത് മാത്രമല്ല ദൈവത്തിന്റെ വിരോധികൾ അല്ലെങ്കിൽ ശത്രുക്കളായവർ ദൈവജനത്തോട് നോക്കി അവരെ നിന്ദിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നു. And this pronouncement of the
coming judgment is a reminder for those enemies of God over here. ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യായവിധി ആ ദൈവത്തിന്റെ ശത്രുക്കൾക്കെതിരായിട്ടുള്ളതാണ്. And moreover, this is also a verse of hope I can see over here. അത് മാത്രമല്ല ഇവിടെ ഒരു പ്രത്യാശയുടെ വാക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. The Lord God will care for those who are suffering in judgment. That is what we read and recognize here. ന്യായവിധിയിൽ പ്രയാസം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്നവരെ ദൈവം താങ്ങും എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. I'm not talking about the enemies over here. അവിടെ ദൈവത്തിന്റെ ശത്രുക്കളോടുള്ള ബന്ധത്തിലല്ല ഞാൻ സംസാരിച്ചത്. It is the remnant of the house of Judah will enjoy the care of God over here. ആ യഹൂദ ഗ്രഹത്തിൽ ആ ശേഷിപ്പിനെ ദൈവം അവിടെ കരുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. So the practical question remains now from here. ഇവിടെ പ്രായോഗികമായ ചോദ്യം ഇവിടെ ഇങ്ങനെയാണ്. Now can we in this present age and time are we going to be living as an enemy to God? ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? Are we going to be mocking him and his people over here? നമ്മൾ ദൈവജനത്തെ ദുഷിക്കുകയും അവർക്കെതിരായിട്ടാണോ ജീവിക്കുന്നത്? Are we going to be mocking his temple or corrupting the place of worship? ദൈവത്തിന്റെ ആരാധനാലയത്തെ നമ്മൾ മ്ലേച്ഛത കൊണ്ട് നിറയ്ക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. Then we should understand we are going to be losing like an enemy to Judah. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദ ഗോത്രത്തിൽ യഹൂദയുടെ ഈ ശത്രുക്കൾ അവരെ ന്യായം വിധിച്ചപ്പോൾ നമ്മളെ ദൈവം ന്യായം വിധിക്കും. But when we stand as God's faithful servants, we will be under his remnant, as a people under his remnant over there. പക്ഷേ നമ്മൾ ദൈവത്തിന് വിശ്വസ്തരായി നിലനിൽക്കുമെങ്കിൽ ഇവിടെ കാണുന്ന ശേഷിപ്പിനെ ദൈവം കരുതിയ പോലെ ദൈവം നമ്മളെയും കരുതും. And that is where God is intending. We see the intention of God where he is bringing us back to his blessing over here. ദൈവത്തിന്റെ ആ കരുതൽ ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മേൽ കൊണ്ടുവരുന്ന ആ ദൈവത്തിന്റെ ആ ഉദ്ദേശം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. Then we recognized how God will give his people the blessings over there. That is what we just read. ദൈവം അങ്ങനെ തന്റെ ജനത്തെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കാണുന്നു. Then we see in verses 8 over there how the Gentiles will be punished because they were taunting God's people. ആ ജാതികളെ ദൈവം എങ്ങനെയാണ് അവരെ ദൈവം എങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണാം. കാരണം അവർ ദൈവത്തെ നിന്ദിക്കുന്നു. And let us read over there. I have heard the taunting of Moab, the revilings of the sons of Ammon. They have taunted my people. They became arrogant against their territory. എൻ്റെ 8-ാം വാക്യം, മോവാബിന്റെ ധിക്കാരവും അമ്മോര്യർ എൻ്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്ത് വിരോധമായി വമ്പ് പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. This is the portion where we stopped in our final class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ അവസാനിച്ചത്. I was quite happy to hear from the words of our sister Merrill. Ania was very fond of the pictures on the screen. ഞാൻ സഹോദരി മെറിൽ പറഞ്ഞത് ആനിയയുടെ ആ വാക്കുകൾ ഈ സ്ലൈഡിൽ കാണിക്കുന്ന ചിത്രങ്ങൾ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. She was keep on asking her what was the person doing on the screen, and this was spoken by one person only in front on that day. അവൾ ചോദിച്ച ആ സ്ക്രീനിൽ കാണിച്ച വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവൾ ചോദിക്കുക. So I'm more cautious that even children are paying close attention over here. ഇവിടെയുള്ള കുട്ടികളും ആ കാര്യങ്ങളൊക്കെയും വളരെ നന്നായി ശ്രദ്ധിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. So we read in 2 verse 8 the taunting is a blow is against God's character over here. അവിടെ നമ്മൾ 8-ാം വാക്യത്തിൽ കാണുന്നത് അവർ നിന്ദിക്കുന്നത് അവരുടെ സ്വഭാവത്തെ കാട്ടുന്നു. It is a blow against the character of God. അവര് ദൈവത്തെ നിന്ദിക്കുന്നത് ദൈവത്തിനെതിരായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Now if I start by taunting someone, ഇപ്പോൾ ഞാൻ ആരെങ്കിലും എതിരായിട്ട് അവരെ നിന്ദിക്കുകയാണെങ്കിൽ, if I start to revile someone over here, ആരെങ്കിലും ഞാൻ എതിരായിട്ട് എതിർ പറയുകയാണെങ്കിൽ, now if I say Shiju is a cheater, ഞാൻ ഷിജു ചീറ്റർ ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, what am I eventually trying to revile over here? What is the problem that am I raising in this assembly? ഞാൻ എന്താണ് ഇവിടെ ഈ അസംബ്ലിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? Number one, he cannot be trusted. ഒന്ന്, അവൻ വിശ്വാസയോഗ്യനല്ല. He cannot be accounted for. അവനെ ഒരു രീതിയിലും എടുക്കാൻ സാധിക്കില്ല. He does not have a testimony. അവനൊരു സാക്ഷ്യമില്ല. And then eventually
eventually we came to a conclusion in front of God, this person is not a believer. ദൈവസന്നിധിയിൽ നമ്മളിങ്ങനെ പറയുന്നത് അവനൊരു വിശ്വാസിയല്ല എന്നാണ്. So that's where we have to understand, eventually we are coming to a conclusion, God is a mistake creating this person at a hall over here. ആ നിലയിൽ നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവം ഒരു വിശ്വസ്തനല്ല എന്നുള്ളതാണ്. I'm also being going to be accounted for. Shidu is not a cheater. Let me say that very clearly over here. Okay, so we have to be very careful to the words that come out of our mouth. That is what we learn here. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. And when we are failing to do that, we are actually looking at God and saying, you are at mistake creating someone over here. നമ്മൾ ആ നിലയിൽ നമ്മൾ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ ദൈവത്തെയാണ് അതിനെ കുറ്റം വിധിക്കുന്നത്. And we have to be understanding what does the Bible say to such people. അങ്ങനെയുള്ള ജനത്തെ പറ്റി ദൈവവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. I, the Lord of hosts, I'm reading verse 9, the God of Israel, surely Moab will be like Sodom and the sons of Ammon like Gomorrah, a place possessed by nettles and salt spits, a perpetual desolation. The remnant of my people will plunder them, and the remainder of my nation will inherit them. 9ാം വാക്യം. Dear believers, this shows the gravity of darkness about judgment we read in chapter 2 verse 9 for the simple action of taunting, which is a sin in front of God. ദൈവത്തെ നിന്ദിക്കുന്നതിന്റെ എതിരായിട്ടുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭയങ്കരതയാണ് നമുക്ക് ഈ 9ാം വാക്യത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. There is no escape from it. The people of God will be punishing. God will use his own remnant to punish those people over there. ഇതിൽ നിന്നൊരു രക്ഷപ്പെടൽ ഒരിക്കലും സാധ്യമല്ല. കാരണം ദൈവം തന്റെ ശേഷിപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദൈവം അവിടെ ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Shall we introspect our words of our mouth in a day or in a year or in a month? How many times have we reviled someone who we do not like over there? നമ്മുടെ വാക്കുകളെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം ഒക്കെയും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. If we are failing, നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ, let me remind you, how is our child looking at us? നമ്മുടെ മക്കൾ നമ്മളെ എങ്ങനെ പ്രകാരം നോക്കുന്നു? If we are failing, നമ്മുടെ പരാജയം, what is the people who are watching us, those unbelievers are watching and learning from us, what are they going to learn about Christ from our mouth? അവിശ്വാസികളായ മറ്റ് ജനങ്ങൾ നമ്മളെ നോക്കുമ്പോൾ അവരെങ്ങനെ നമ്മളെ നോക്കി കാണും? Secondly, when we go forward, we understand again the pride will oppose the enemies of God for not to bow before him. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് അവരുടെ ആ അഹംഭാവം അവര് ദൈവത്തെ എങ്ങനെ മറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And when the judgment comes, they will learn to put their knees in front of God. ആ ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ കുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. In verse 11, the Lord will be terrifying to them, for he will starve all the gods of the earth, and the coastlands of nations will bow down to him, everyone from his own place. 11ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന യഹോവ അവരോട് ഭയങ്കരനായി തീരും. ആ നിലയിൽ അവരോട് ആ ന്യായവിധി നടത്തുമ്പോൾ ജാതികൾ സകലരും അവന്റെ മുൻപിൽ മുട്ടുകുത്തുന്നതായിട്ട് യഹോവയെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The terrifying moment of judgment of God will only make the nations realize who is the true and living God. ഈ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭയങ്കരത അവരെ അതിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എത്ര ഭയങ്കരനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Now I started to think, why was these people not willing to accept this living God in front of the entire world? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഈ ജനതയ്ക്കൊന്നും ദൈവത്തെ സ്വീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? Now that is the reason they are under the impression God is absent over here. അവര് ഒരുപക്ഷെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ദൈവം ഇല്ല,
ദൈവത്തിന്റെ ആ സാന്നിധ്യമില്ല എന്നാണ് അവർ ഒരു പക്ഷേ മനസ്സിലാക്കുന്നത്. We can recognize over here how they are sorely mistaken over there. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്ന അത് വലിയൊരു പരാജയമാണ്. And so we realize when people consider God as absent, when people make fun of the God, when people are de-evaluating God, God is punishing them over there. ദൈവം ഇല്ല എന്ന് ചിന്തിക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ താഴ്ത്തി കാണുന്ന ഒരു ജനതയോട് ദൈവം ന്യായവിധി നടത്തും എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. Then the fourth area where the Gentiles will be, the people who do not know God will be punished, is self-confidence over here. നാലാമത്തെ കാര്യം ജാതികളോടുള്ള ബന്ധത്തിൽ ദൈവം ന്യായം വിധിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം കാരണമായിരിക്കും. Now self-confidence is a great thing over here. ആത്മവിശ്വാസം ഇതൊരു വലിയ കാര്യമാണ് ഇവിടെ. When if you are not confident about our own self, we will not be able to move forward in our day-to-day activities, even a hard job is given to us. നമ്മളോടുള്ള ബന്ധത്തിൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. But there is a problem in self-confidence. പക്ഷേ ഈ ആത്മവിശ്വാസത്തിൽ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. That is overconfidence. അമിതമായ ആത്മവിശ്വാസം. And when we have that overconfidence, we will only develop a false security over there. അമിതമായ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ നമ്മൾ തെറ്റായ നിലയിൽ ഉള്ള ഒരു സുരക്ഷിതത്വം നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. Now let me drive a small example over here. ഒരു ചെറിയ ഉദാഹരണം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. Now I know how to drive a car. എനിക്ക് വാഹനം ഓടിക്കുവാൻ അറിയാം. I am a skilled driver for the last 18 or maybe say 20 years. I can boast about it. ഞാൻ കഴിഞ്ഞ 18-20 വർഷങ്ങൾ നന്നായി വണ്ടി ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. But even when I look even at an aeroplane has also got several number of wheels over there. ഒരു എയ്റോപ്ലെയിനെ നോക്കിയാലോ അതിന് ചില similarity is there with wheels also, that thing lands over there. അതിനും പല വീൽസ് ഉണ്ട്. അതും ആ വീൽസിലാണ് അല്ലെങ്കിൽ ആ ചക്രത്തിലാണ് അതും ഓടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. With my same confidence in driving a vehicle, if I say I can drive a plane, that's my overconfidence over here. വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ ഞാനൊരു വിമാനത്തെ ഓടിക്കാമെന്ന് ഞാൻ കരുതുകയാണെങ്കിൽ അതെന്റെ അമിത ആത്മവിശ്വാസമായിരിക്കും. Let me remind you, that is the same situation we see with the enemies of God over here. ഇവിടെയും ആ ദൈവത്തിന്റെ ശത്രുക്കളോടുള്ള ബന്ധത്തിലും അങ്ങനെയുള്ള ഒരു അമിതമായ ആത്മവിശ്വാസത്തെ നമുക്ക് കാണാൻ സാധിക്കും. Let me drive your attention to verse 15. What is this people enjoying and what is the confidence of that people over there? 15ാമത്തെ വാക്യത്തിൽ അവരുടെ അമിതമായ ആത്മവിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അവിടെ ആ വാക്യം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. Let's start with the confidence what they have. One is, this is an exultant city, verse 15. അതിന്റെ 15ാമത്തെ വാക്യം. Someone can help us with these words, exultant city. അതിന്റെ 15ാം വാക്യം. So when someone says this is my fortitude, this is the best place, this is where we are showing we are confident in achieving things by ourselves over here. We have everything, sufficiency over here. ആരെങ്കിലും പ്രകാരം പറയുകയാണ് ഇതാണ് എൻ്റെ ഉത്തമമായ സ്ഥലം അല്ലെങ്കിൽ ഉല്ലസിത നഗരം, ഇതാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയാണെങ്കിൽ അത് അവന്റെ അമിതമായ ആത്മവിശ്വാസത്തെ കാണിക്കുന്നു. Secondly, that verse also describes when someone says like that, they are also saying we are securing ourselves, we have the best security over here. മാത്രമല്ല ഞങ്ങളെ തന്നെ സുരക്ഷിതരാക്കുകയാണ് എന്ന് പറയുന്നതും ഒരു അളവിൽ അമിതമായ ആത്മവിശ്വാസമാണ്. Now I remember a story goes like this. A group of villagers who were all sleeping by the watchman who always kept saying all is well over here. ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമവാസികൾ എല്ലാവരും ഉറങ്ങുന്നു. ആ ഗ്രാമത്തിൽ ഒരു വാച്ച്മാൻ ഉണ്ട്, എല്ലാം സുരക്ഷിതമെന്ന് താൻ പറയുകയാണ്. At every nightfall he used to go and say all is well, and he used to walk around the camps and also the corners of every village in that particular village. ആ ഗ്രാമത്തിന്റെ ചുറ്റും അദ്ദേഹം നടന്നുകൊണ്ട് എല്ലാം സുരക്ഷിതമാണ്, എല്ലാം ഭംഗിയാണ് എന്ന് തന്നെ പറയുകയാണ്. Eventually on one particular day, one particular
the buffalo and the carts were stolen from that village. പക്ഷേ ഒരു ദിവസം ചില കന്നുകാലികളെ അവിടുന്ന് മോഷ്ടിക്കപ്പെട്ടു. So the watchman was brought into the picture. അതുകൊണ്ട് ആ വാച്ച്മാനെ അവിടെ കൊണ്ടുവന്നു. Eventually, what happened when the questioning was going on, they understood the watchman was blind over there. ആ ചോദ്യോത്തരവേളയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വാച്ച്മാൻ അവൻ ഒരു കുരുടനായിരുന്നു. So the question was, how was the people assured to stay to sleep in that village because of this man's voice? ഈ വാച്ച്മാന്റെ വാക്കുകൾ കേട്ട് അവിടെയുള്ള ആ ഗ്രാമവാസികൾ എങ്ങനെ അവർക്ക് ഉറങ്ങുവാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ചോദ്യം. Because they were depending for so many years, this is happening, so he is making it secure. They depended on him. They were depending with overconfidence on him. അവരുടെ അമിത ആത്മവിശ്വാസത്തെ കാരണം ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ വാച്ച്മാനെ അവരെ വളരെ അവനെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു. Please remember, our overconfidence will only get to take pride, as this verse says, I am and there is no one beside me. When we do that, we fail in the areas of God, or we take our stand against God over here. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമിതമായ ആത്മവിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ അഹംഭാവം കൊണ്ടുവരിക എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തെ മറന്നുപോകുകയും ചെയ്യും. It creates a false security. അതൊരു തെറ്റായ ഒരു സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. And when we have that, we are not looking to God anymore. We are looking to our own, what our hands and what we can reach over there. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമ്മൾ ദൈവത്തെ മറന്ന് നമ്മളോടുള്ള മധ്യത്തിൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. And when we face judgment and temptation, we will immediately fall down over there. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി അല്ലെങ്കിൽ ദൈവം ശിക്ഷണം നടപടികൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പെട്ടെന്ന് താഴെ വീണു പോകും. I remember the words of my seminary professor on our day of graduation in 2018 April. എൻ്റെ പ്രൊഫസറിന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. When we were about to move out of the seminary, he gave us normally it was greetings. He gave us all a warning over there. ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് പുറത്തു പോകുന്ന ആ സമയത്ത് പ്രൊഫസർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് തരാനിടയായി. This will be the time when the devil will attack you the most. പിശാച് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ സമയം ഇനിയുമാണ് വരാൻ പോകുന്നത്. Normally it is supposed to be a word of encouragement, but he said a warning which I still remember today. പ്രോത്സാഹത്തിന്റെ വാക്കുകളാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറയാറുള്ളത്. പക്ഷേ അന്നേരം പ്രൊഫസർ ഞങ്ങളോട് വളരെ വാർണിംഗിന്റെ ഒരു വാക്കുകളാണ് ഞങ്ങളോട് പറഞ്ഞത്. In that warning he mentioned, your knowledge will only blind you to see and to be sensitive to what you are going to be facing tomorrow. നിങ്ങളുടെ ആ ബുദ്ധി, നിങ്ങൾക്കുള്ള അറിവ് നിങ്ങളെ കുരുടനാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. And when I started to think about it, after these many years of ministry and understanding, it is in fact true. When you graduate, we are filled with too much knowledge. We will be only sensitive to hear and justify or condemn someone over there. ഞാനും അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. നമ്മൾ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അറിവുകളൊക്കെയും വളരെ അധികമായിരിക്കും. പക്ഷേ we will only justify with knowledge and condemn someone. നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് മറ്റുള്ളവരെ ന്യായം അല്ലെങ്കിൽ കുറ്റം വിധിക്കാൻ ശ്രമിക്കും. But when we come to the understanding of God's word, God is asking us only to look forward in dependence and teach the word of compassion to them. പക്ഷേ നമ്മൾ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മാത്രം ശരണപ്പെടുക എന്നുള്ളതാണ്. I'm not saying to compromise or to polish things over here. ഇവിടെ എല്ലാം കോംപ്രമൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. But where it is being sensitive and to redraw people to God, that is our role as a believer, how you disciple them to Christ over here. കർത്താവിങ്കലേക്ക് മറ്റുള്ളവരെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ദൈവവചനത്തിൽ കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടത്. So that is where those who trust in Christ, they should not depend on their pride and knowledge. They should depend to Christ, so they learn how to leave behind self-reliance over here. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ, ശരണം പ്രാപിക്കുന്നവർ സ്വയമേ അല്ലെങ്കിൽ സ്വയത്തിൽ നോക്കാതെ ക്രിസ്തുവിൽ മാത്രം നോക്കി വേണം തന്റെ ശുശ്രൂഷ ചെയ്യുവാൻ. When we turn our attention to the Gospel of Mark chapter 10 verse 21 to 22, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം
10 verse 21 to 22. 21 മുതൽ 22 വാക്യം വായിക്കുമ്പോൾ We read about the man who was self-reliant and who was taking pride in himself coming to God over here. അവിടെ നമ്മൾ വായിക്കുന്ന വ്യക്തി അവൻ സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. And in this person's life there was something change, something which he never expected from the Lord Jesus over there. അവന്റെ ജീവിതത്തിൽ അവൻ കർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു. No, he never expected such an answer from the Lord Jesus. അവൻ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ ഒരു ഉത്തരം കർത്താവിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. He expected Jesus would be encouraging him, congratulating him, but Jesus doesn't do that. അവിടെ അവൻ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് അവനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല. But Jesus says over there, you lack one thing, go sell all you have. And he was stunned at this demand and he went away grieving over there. അവനോട് കർത്താവ് പറഞ്ഞത് നിന്റെ ഉള്ളതെല്ലാം വിറ്റ് നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ അതിശയപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Now let me bring self confidence in this picture of subject over here. അമിത ആത്മവിശ്വാസം ആ വിഷയം ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Now what was this man's real excitement or this problem as he came to Jesus over there? അവൻ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ അവന്റെ യഥാർത്ഥമായ പ്രശ്നം എന്തായിരുന്നു? He was having confidence in his wealth, he can achieve everything by his hands, and Jesus caught him over there. അവന്റെ സ്വത്തും അവന്റെ അറിവും കൊണ്ട് അവൻ എല്ലാം നേടിയെടുക്കാമെന്ന് അവൻ വിചാരിച്ചിരുന്നു. But he failed to see where is God in his life over here. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ അവന് സാധിച്ചില്ല. Eventually he ended up becoming an enemy to God. Grieving, he walks away from God. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന് ശത്രുവായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയവനായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. There are two things in this picture which we should study in connection with judgment. ഈ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. Either we can end up becoming an enemy with God, ഒന്നുകിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായി മാറും, or we can be in a relationship with him. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് ചേരും. The question is, how do we want to move forward in life? ചോദ്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. If our decision is to go forward as an enemy to God, നമ്മുടെ തീരുമാനം ദൈവത്തിന് വിരോധമായിട്ട് പോകണം എന്നുള്ളതാണെങ്കിൽ, there we have to understand we do not have to do much. The knowledge or the things in this world will only make us more and more away from God. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ലോകത്തിലുള്ള പരിജ്ഞാനമൊക്കെയും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള അറിവൊക്കെയും നമ്മളെ ദൈവത്തിൽ നിന്ന് ദൂരവേ അകറ്റിക്കൊണ്ടുപോകും. But if you want to be in a relationship with God, പക്ഷേ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ആയിത്തീരണമെങ്കിൽ, if you want to be a part of his remnant community, അവന്റെ ശേഷിപ്പിന്റെ ഒരു ആ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ, we have to see the grace God has hidden and how we have to embrace that grace over here. ദൈവം അവിടെ മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ അത് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ നമുക്ക് കാംക്ഷിക്കുകയും ചെയ്യണം. We have to remember Zephaniah 2 verse 3, seek the Lord in humility over there. അവിടെ സെഫനിയാവിന്റെ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ സൗമ്യതയോടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നു. Seek righteousness, seek humility, perhaps you will be hidden in the day of Lord's anger. നീതി അന്വേഷിക്കുവിൻ, സൗമ്യത അന്വേഷിക്കുവിൻ എന്ന് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്നു. Now going forward into Zephaniah chapter 3, സെഫനിയാവിന്റെ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Now till 2 verse 15 it was against the people of God and the enemies to God over here. 2:15 വാക്യം വരെ ദൈവത്തിന്റെ ശത്രുക്കളായ ജനത്തിനോടുള്ള ബന്ധത്തിൽ ന്യായവിധിയോ കാര്യമാണ് അവിടെ പറഞ്ഞിരുന്നത്. But from chapter 3 verses 1 to 8 we see the people of God is going to be judged for their disobedience. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് കാണാൻ സാധിക്കും. Till now Judah was really happy. ഇതുവരെയും യഹൂദ അവർ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. When our enemy gets hurt or when our enemies are being told about judgment over there, we will always rejoice. നമ്മുടെ ശത്രുക്കളോടുള്ള ബന്ധത്തിൽ അവരുടെ ന്യായവിധിയെ അവിടെ പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷിച്ചു. But now when we come to their own people will be judged, ഇപ്പോൾ
അവര് സ്വയം അവരുടെ ആ ജനത അവിടെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ അവരെ പറ്റി പറയുമ്പോൾ it is going to be a matter of real pain over there. അവർക്ക് ഒരു വളരെ വേദനയുടെ ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നു. Because no one likes to hear about their own mistakes. അവരുടെ അല്ലെങ്കിൽ ആരും അവരുടെ സ്വയമായിട്ടുള്ള തെറ്റുകളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ താല്പര്യമുള്ളവരല്ല. No one likes to see where is our problem by himself or herself. That is where God is standing with Zephaniah. There is a mistake in your own house over there. I mean, God's house over there, he is pinpointing their mistakes over there. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ നമുക്ക് താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ ദൈവം അവരുടെ പ്രശ്നങ്ങളെ എന്താണ് എന്നുള്ളത് അവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. Let me start by reminding you, this is even true because Peter says in 1 Peter chapter 4 verse 17, the time of judgment begins where? Not outside, in the household of God. പത്രോസ് തന്റെ 1-ാം ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ. If that is going to be happening, let us start introspecting our own houses first. അത് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയായി തീരണം. If you believe this verse is true, let us start examining our own houses. Where is my problem over here? ഈ വായിച്ചു കേട്ട വാക്യം അത് സത്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. So starting with disobedience, Zephaniah starts by showing where is God's people going to have a problem. അനുസരണക്കേട് ആണ് അവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമായ ഒരു പ്രശ്നം. അത് ദൈവം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. Zephaniah is showing the devastating pain in the house of God. ദൈവത്തിന്റെ ഗ്രഹത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആ വലിയ വേദനയെ പറ്റി അവിടെ കാണിക്കുകയാണ്. So God's people are defiled because they are failing to hear what is God telling them, and they are not looking forward to obey that. ദൈവജനം അവിടെ അശുദ്ധരായി തീർന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. The word defiled, as Uncle pointed out, it is a very interesting word over here. മലിനത അല്ലെങ്കിൽ അശുദ്ധരായി തീരുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ്. Now the problem which we understand, I mean, let me bring an illustration. We all know what is garbage and how foul the smell is. നമുക്ക് എല്ലാവർക്കും ഈ ചപ്പും ചവറും അതൊക്കെ അറിയാം. അത് എത്ര മോശമായ അല്ലെങ്കിൽ അത് വളരെ ദുർഗന്ധം ഭവിക്കുന്നതാണ് നമുക്കെന്ന് അറിയാം. And we recognize we will not go there because it is foul. We'll try to stand at a distance and we throw our garbage into that place over there. നമ്മൾ അതിന്റെ ആ സ്ഥലത്തേക്ക് അടുത്ത് ചെല്ലാതെ ദൂരെ നിന്ന് നമ്മുടെ ചവറൊക്കെയും ചപ്പും ചവറും എടുത്തെറിയാറുണ്ട്. Now the question is, does that place have that foul smell over a night or over a day? Or is it over a period? അവിടെ വരുന്ന ആ ദുർഗന്ധം അത് ഒരു ഒറ്റ രാത്രിയും കൊണ്ടോ ഒരൊറ്റ ദിവസം കൊണ്ടോ വരുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. It is happening over a period of time. As garbage keeps piling up, that place becomes defiled over there. അവിടെ ചപ്പും ചവറും കുന്നുകൂടി കിടന്ന് വളരെയധികം നാൾ കഴിയുമ്പോഴാണ് വളരെ അധികം ദുർഗന്ധം അവിടുന്ന് ഭവിക്കാറുള്ളത്. That other word is called defiled place over there, we say. അവിടെ രണ്ടാമത്തെ that place is called defiled over there. ആ സ്ഥലത്തെ പറ്റി നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അതൊരു മലിനത നിറഞ്ഞ സ്ഥലമാണ്. So please remember, the people of God, it's not because over a night, over a day, over a period of time, by their repeated actions of disobedience, they have become what? Rebellious and defiled over there. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവജനം അവർ ഒരൊറ്റ രാത്രിയും കൊണ്ട് ഒരു നേരം കൊണ്ട് മാത്രമല്ല അവര് ദൈവത്തിൽ നിന്ന് ദൂരെ പോയത്. പക്ഷേ അവരെ തുടർമാനമുള്ള മത്സരവും ദൈവത്തിൽ നിന്ന് ദൈവ ഇഷ്ടം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അവർ മത്സരവും മലിനതരുമായി മാറിയിരിക്കുന്നത്. In verse 2, she heeded no voice, she accepted no instruction. That means they were completely rebelling against the God and the Creator over there. They had pride and self-confidence in themselves. അവരെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നവരെ പറ്റി വായിക്കുന്ന അവൾ വാക്ക് കേട്ടനുസരിച്ചില്ല, പ്രബോധനം കൈക്കൊണ്ടില്ല,
തിരിച്ചറിഞ്ഞില്ല. തുടർമാനമായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവർ. She did not draw near to her God. അവര് ദൈവത്തോട് അടുത്തില്ല എന്ന് നമുക്ക് ഇവിടെ വായിക്കുന്നു. Please remember, this is one of the painful moments when we even read against the people of Judah, the God's own people over here. ദൈവജനത്തിന്റെ ആ സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യം. Psalm 106 verse 43 says like this: He rescued them many times, but they continually rebelled deliberately and were beaten down by their sin. സങ്കീർത്തനം 106:43 വാക്യം, പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. So here we get a good doctrinal lesson about the concept of sin over here. പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു അടിസ്ഥാനപരമായ ഒരു ഉപദേശം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. There are the sins which are mentioned here: pride, overconfidence, taunting, mocking, everything mentioned. But the primary problem is sin over here. അവിടെ പല കാര്യങ്ങളും ഇവിടെ മുൻപുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. അഹങ്കാരം, അതുപോലെ അമിത ആത്മവിശ്വാസം. പക്ഷെ അതിന്റെയൊക്കെയും കാരണം പാപമാണ്. Definitely we have to remember, we are still in flesh. The problem where humanity fails in front of God is the power of sin over here. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വീണു പോകാൻ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം പാപത്തിന്റെ ആ ശക്തിയാണ്. We are relentlessly bent towards this problem, and we should be very careful how we contact or fight with sin again with the power of God. നമ്മളൊക്കെയും വളരെ ശക്തിയോടെ പാപത്തോട് അല്ലെങ്കിൽ പാപത്തോട് അടുത്തിരിക്കുന്നവരാണ്. അതിൽ നിന്ന് അകന്നു മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. Let me remind you, we are still not glorified in our bodies. There is a time of that in the coming of our Lord Jesus. Until then we have to be remembering we need God on our side to fight sin. നമ്മൾ ഇതുവരെയും പെട്ടിട്ടില്ല. കർത്താവിന്റെ വരവ് വരെയും നമുക്ക് ആ നിലയിൽ കർത്താവ് പാപത്തോട് എതിർത്ത് ജീവിക്കുവാൻ കർത്താവിന്റെ കൃപ ആവശ്യമാണ്. But we can remember, Lord, thank you for that grace where you have enabled me to find where is my problem and come back to you. പക്ഷെ നമുക്ക് ദൈവത്തോട് വളരെ നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമുക്ക് നമ്മുടെ യഥാസ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കും. It is the Holy Spirit in a born again believer that can enable us to come closer to our Creator. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ് നമ്മളെ ദൈവത്തോട് അടുക്കുവാൻ നമ്മളെ സഹായിക്കും. I remember asking a group of students, how many of you are filled with the Spirit of God? ചില കുട്ടികളോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ എത്ര പേര് ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നവരാണ്? It was on a public gathering, on an interdenominational gathering. ഒരു പല ഡിനോമിനേഷൻസും ഉണ്ടായിരുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. Now the children mistook me for asking them, am I speaking to them regarding do they have some gift to show magic or pronounce some good foreign tongues over there? കുട്ടികൾ എൻ്റെ ചോദ്യം കേട്ട് തെറ്റിദ്ധരിച്ചു. അവർ വിചാരിച്ചത് ഞാൻ അവരോട് എന്തെങ്കിലും അതിശയം ചെയ്യുന്ന അല്ലെങ്കിൽ അത്ഭുതം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ശക്തി ഉണ്ടോ എന്നാണ് അവർ വിചാരിച്ചത്. But I only asked them a simple question: are you a born again child? പക്ഷെ ഞാൻ അവരോട് ഒരു വളരെ ലളിതമായ ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത്. So I put it in the words, do you have the Spirit of God in you? പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടോ എന്നാണ്. They were hesitant to answer that. അവർക്ക് ആ ചോദ്യം പറയുവാൻ അവരെ താല്പര്യപ്പെട്ടില്ല. And that's where, let me remind you, if you have the Spirit of God in you, the born again spirit, let us remember the grace of God is there to asking us wherever we fail, we can come back to him over here. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ട്. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അത് നമുക്ക് പര്യാപ്തമാണ്. We had a recap of Zephaniah today. ഇന്ന് നമ്മൾ സെഫനിയാവിനോടുള്ള ബന്ധത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പഠിക്കുവാൻ വീണ്ടും നോക്കുവാനിടയായി. And there we understood how Zephaniah is coming with judgment over there. In the day of God's judgment, he is bringing the message of God's judgment as well as assurance over there. ദൈവത്തിന്റെ ആ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ താൻ അവിടെ പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല ദൈവത്തിന്റെ ഒരു വലിയ അഷ്വറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. He starts with leadership and comes down to the people, condemning where they have failed in front
of God, അവിടെയുള്ള നേതൃത്വത്തോടുള്ള ബന്ധത്തിലും മറ്റ് ജനങ്ങളോടുള്ള ബന്ധത്തിലും അവരുടെ വീഴ്ചകൾ എവിടെയൊക്കെയാണ് എന്ന് സെഫനിയാവ് അവിടെ കാണിക്കുന്നു. where we are recognize the enemies of God, where they fail. 4 areas we saw very clearly over there. സെഫനിയാവ് ദൈവത്തിന്റെ ശത്രുക്കളോടുള്ള ബന്ധത്തിൽ ന്യായവിധിയെ പറ്റി പറയുമ്പോൾ 4 നിലയിൽ അവർ വീണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Then we concluded with Zephaniah chapter 3 verse 1 and 2 how God's people will be judged because even of their disobedience over there. അതിനുശേഷം 3-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ജനം ദൈവം അവരെ എങ്ങനെ ന്യായം വിധിക്കുന്നു, അവരുടെ അനുസരണക്കേട് അതിനുള്ള കാരണമാണ്. I started asking what happened with the people of God. ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ദൈവജനത്തിന് എന്ത് സംഭവിച്ചു? And that's where the answer we see in the scripture. They were seeing and watching the people around them and they failed to put their attention on അതിനുള്ള ഉത്തരം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് ചുറ്റുമുള്ള ജനങ്ങളെ നോക്കി അതിനനുസരിച്ച് അവരുടെ ജീവിതം കഴിച്ചു. We are also in a similar age and time. നമ്മളും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. We should never fail to we as the remnant of, let me say it with little pride over here, we as the remnant of God should never make a mistake like the enemies of Judah and the mistake of Judah over here. ഞാൻ വളരെ ധൈര്യത്തോടെ ഇങ്ങനെ പറയട്ടെ, ദൈവം നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ യഹൂദ ജനങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ അനുസരിച്ച് ജീവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ്. May the Lord help us with these words. May his name be glorified. ദൈവം ഈ വചനത്താൽ നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.